ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീറ്റു. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറാക്കാനായിട്ട് അടുക്കളയിൽ എത്തിയപ്പോൾ ഓർത്ത് വീഡിയോ എടുക്കാമെന്ന്. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ എഴുതി അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം പ്ലീസ്. പിന്നെ എന്തുകൊണ്ട് വിശേഷം? രാവിലെ ഞാൻ എണീറ്റ് അന്ന് ഓർത്ത് പുട്ടുണ്ടാക്കാമെന്ന്. കാരണം അരിയൊന്നും വെള്ളത്തിലിട്ടില്ലായിരുന്നു തലേന്ന്. കാരണം കൊച്ചിന് വയ്യായിരുന്നു, അവന് ഭയങ്കര ചുമയും പനി. അപ്പോൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുക അതും ഇതുമൊക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം അതൊന്നും നടന്നില്ല, തലേന്നൊന്നും നടന്നില്ല. പിന്നെ ഞാൻ ഓർത്തു രാവിലെ പുട്ടുണ്ടാക്കണം. പുട്ടങ്ങനെ ഇഷ്ടമല്ല അച്ഛനും മോനും, പിന്നെ എനിക്കും ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പുട്ടുണ്ടാക്കാം. പുട്ടും ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി ആ പ്ലാനിൽ എണീറ്റു. അന്ന് രാവിലെ തന്നെ പുട്ട് പുഴുങ്ങാനായിട്ട് എല്ലാം നനയ്ക്കുക. ഒത്തിരി ഒന്നും വേണ്ട ഞങ്ങൾക്ക്. 2 കുറ്റി പുട്ടുണ്ടെങ്കിൽ പോലും അതിലെ ഹാഫ് കുറ്റി പുള്ളിക്കാരനും തിന്നും. കൊച്ചും ഞാനും കൂടി എങ്ങനെ ഹാഫോ അല്ലേ 1/4 തിന്നും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും ചിലവാകത്തില്ല. പിന്നെ ഇരിക്കുന്നത് പിന്നെ എങ്ങാനും അധികം ഈ കൊച്ചിന് ചിലപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം എങ്ങാനും ചോദിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഈ 2 കുറ്റി ഉണ്ടാക്കുന്നത്. 2 കുറ്റി ഉണ്ടാക്കുന്നത് പോലും ഞങ്ങൾക്ക് അധികമാണ്. ഞാൻ കുക്കറിലാണ് ഈ ഇത് ഉണ്ടാക്കുന്നത്. കുക്കറിൽ വെച്ചിട്ട് ഇപ്പം ഞങ്ങളുടെ കോഴിയുടെ മുട്ടയാണ്, നാടൻ കോഴി മുട്ടയാണ്. അപ്പോൾ അത് ഇട്ട് 3 പേർ കൂടെ 3 മുട്ട എടുത്ത് ആ കുക്കറിനകത്തിട്ട് പുഴുങ്ങുകയും ചെയ്യാം. അപ്പോൾ പുട്ടും അതേ തന്നെ വയ്ക്കാം. അപ്പം 2 ജോലിയാണ് ഇപ്പം ഇതാവത്തില്ലേ, എളുപ്പമാകത്തില്ലേ. അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, ആ കുക്കറിനകത്തോട്ട് മുട്ട കഴുകിയിട്ട് എന്നിട്ട് പുട്ടുകുറ്റിയിൽ നിറയ്ക്കാമെന്ന് കരുതി. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? ഇന്നലെ തലേന്ന് രാത്രിയിലാണെങ്കിൽ ഒരു ശകലം പോലും ഉറങ്ങിയില്ല. കാരണം കുഞ്ഞിനെ തീരെ വയ്യായിരുന്നു, അവന് ഭയങ്കര ചുമയെന്ന് പറഞ്ഞാൽ കൊഞ്ച് പോലെ അങ്ങ് വളയുക, അത്രയ്ക്ക് ചുമ അവന്, ചുമച്ച്. അതുകൊണ്ട് ഞാനും പുള്ളിക്കാരനും ഒരു ശകലം പോലും ഉറങ്ങിയില്ല. അങ്ങനെ തിരുമ്മി ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അരക്കുറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് പകുതിക്ക് പിന്നെയും തേങ്ങ ഇടും, അത് കഴിഞ്ഞിട്ട് വീണ്ടും. കാരണം അരക്കുറ്റിയെ തിന്നത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ഓർക്കുന്നത് ആ അരക്കുറ്റി ഇങ്ങനെ വെച്ച് എടുക്കുമ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ പിന്നെ മുറിക്കാൻ നടക്കണം. ഇങ്ങനെ തേങ്ങ ഇടയ്ക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അടന്ന് വരുമല്ലോ. അപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കാപ്പി കുടിക്കുന്നത്. കാരണം കാപ്പി കുടിക്കാനായിട്ട് സമയം കിട്ടില്ല. അന്ന് താമസിച്ച് എണ്ണീറ്റത് ഞാൻ പറഞ്ഞിട്ട്, കുഞ്ഞിന് വയ്യാഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 പേരും താമസിച്ച് എണ്ണീറ്റ്. അപ്പോൾ രാവിലെ എണ്ണീറ്റ് ഉടനെ കാപ്പി ഇട്ടിട്ടാണ് എന്നാൽ പുട്ട് റെഡിയാക്കുക. കാരണം പുള്ളിക്കാരന് ഇവിടെ പോകണ്ടേ, ജോലിക്ക് പോകണം. നേരത്തേക്ക് അവൻ എണ്ണീറ്റ് വന്നു അവനെ എടുത്ത് ഒന്ന് പുന്നരിച്ചുകൊണ്ടിരുന്നു. കാരണം തീരെ വയ്യായിരുന്നു കുഞ്ഞിനെ. കണ്ടിട്ട് എനിക്കങ്ങ് വിഷമം വന്നു. എന്തോ ചെയ്യാനാ, എപ്പോഴും അവന് മാസത്തിൽ എപ്പോഴും പനിയാണ്. എന്തെങ്കിലും ഒപ്പിക്കും. എന്നുവെച്ചാൽ അവനോട് ഞാൻ പറഞ്ഞു വല്ലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. കുറേ നേരം ഇങ്ങനെ എടുത്തു പുന്നരിച്ചുകൊണ്ടിരുന്നാലേ ഒക്കത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അനങ്ങത്തില്ല. അവിടെ മാറി അവിടെ അങ്ങിരിക്കും. ഇച്ചിരി എടുത്ത് 1-2 ഉമ്മയൊക്കെ കൊടുക്കാമെങ്കിൽ ആൾ റെഡിയാവും. അങ്ങനെ എണ്ണീറ്റ് അവനങ്ങ് പോയി. അവനെ പറഞ്ഞു വിട്ടു, പോയി പല്ല് തേക്കെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. പിന്നെ നേരത്തേക്ക് എൻ്റെ പുട്ട് വെന്തു. അപ്പോൾ അടുത്തത് റെഡിയാക്കാനായിട്ട് പോവുക. ഹസ്ബൻഡിന് ജോലിക്ക് പോകണം. അപ്പോൾ അതിന് ധൃതി വെച്ച് രാവിലെ ഉണ്ടാക്കുക.
ഇനി പുട്ട് റെഡിയായി കഴിഞ്ഞാൽ ഉടനെ മുട്ടക്കറി ഉണ്ടാക്കണം. അവന് സ്കൂളിലും പോകണം. അവനിന്ന് എക്സാമാണ്. അവന് എന്തുവാ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പം മലയാളം മാത്സോട് ഒന്നിച്ച് വരുന്ന ഇൻ്റഗ്രേഷൻ ഡേ 2 എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വെച്ച് ഹിന്ദി പരീക്ഷയാണ്. അപ്പം അത് എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം പനി ആയതുകൊണ്ട് ഞാൻ അത്ര നിർബന്ധിക്കാനും പോയില്ല. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് വെച്ച് പുള്ളിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഹസ്ബൻഡ് വന്നിട്ട് വെച്ച് എന്നോട് ചോദിക്കുന്നത് എന്താ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വീഡിയോ ഓണാക്കിയിരിക്കുന്ന വീഡിയോ എടുക്കാൻ. അങ്ങനെ പറഞ്ഞിട്ട് വെച്ച് പുള്ളി നോക്കിയിട്ടങ്ങ് പോയി. കാപ്പി കുടിക്കാൻ വന്നതാണ്. രാവിലെ കാപ്പി എന്ന് പറഞ്ഞാൽ രാവിലത്തെ തേയില വെള്ളം. അന്നേരം അവന് നേരത്തേക്ക് വന്നു പല്ല് തേച്ചിട്ട്. രാവിലെ അവനെ അന്ന് ആവി പിടിപ്പിക്കാമെന്ന് കരുതി നെബുലൈസർ. കാരണം അത്രയ്ക്ക് ചുമയായിരുന്നു. ഞാനിപ്പോൾ ഓർത്തെന്ന് ചുമയ്ക്ക് ഡോക്ടറോട് പറഞ്ഞ് എഴുതിച്ച് വാങ്ങിച്ചതായിരുന്നു. നേരത്തെ വാങ്ങിച്ചത്. കാരണം ഇവന് മാസത്തിൽ ഒരിക്കൽ പനിയാണ്. അപ്പോൾ ആ പനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ പനിയും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അതിന് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് എഴുതിച്ച് വാങ്ങിച്ച് അങ്ങനെ ഒരു നെബുലൈസർ വാങ്ങിച്ച് ഇന്നലെ പോയപ്പോഴത്തേനും മരുന്നും കുറിച്ച് വാങ്ങിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു എന്നാൽ വീട്ടിലിരുത്തി ആവി പിടിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. അന്നേരം വേഗം പുള്ളിക്ക് പോകണം. അന്നും അതിന് ഞാൻ ധൃതി വെച്ച് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് അരിയുക. അതിൻ്റെ ഇടയ്ക്ക് അവനെ ആവി പിടിപ്പിക്കാൻ ഇരുത്തിയിട്ടാണ് ഇത് ഞാൻ ചെയ്തത്. ഇത് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നു കറിയും വെക്കണം. രാവിലെ ഒരു വെപ്രാളവും പരവേശവും എല്ലാം കൂടെ. കാരണം ധൃതി വെച്ച് എല്ലാം ചെയ്യണ്ടേ. തലേന്നത്തെ കപ്പയത്. തലേന്ന് വൈകിട്ട് ഞങ്ങൾ കപ്പ വാങ്ങിച്ച് കുഴച്ചു. അപ്പോൾ കപ്പ വാങ്ങിച്ച് കുഴച്ച് മീൻകറി ഉണ്ടായിരുന്നു, അയിലക്കറി. അപ്പോൾ അതും കൂട്ടിയായിരുന്നു ഞങ്ങൾ കഴിച്ചതായിട്ട്. ചോറ് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിച്ച് അതാ ഇരുന്നത് ഞാൻ കാണിച്ചതിപ്പം. പിന്നെ അപ്പം മുട്ടക്കറിക്കുള്ള തിളക്കിക്കൊണ്ടിരിക്കുക. കറക്റ്റ് ടൈമിൽ റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ ആൾ കഴിക്കാതെ അങ്ങ് പോകും. പിന്നെ നമുക്കൊരു മനസ്സിനൊരു വിഷമോ, കാരണം കഴിച്ചില്ലല്ലോ കഴിക്കാതല്ലേ പോയത് എന്നുള്ളൊരു ഇത്. അടുത്ത ഇതിൽ പാല് വയ്ക്കുക. കാരണം അടുത്ത അടുപ്പയിൽ പെട്ടെന്ന് തീർത്തില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചായ കുടിക്കില്ല. പാലായിട്ട് കാച്ചി കൊടുക്കാമെങ്കിൽ ഇച്ചിരി കുടിക്കും, ലേശം കുടിക്കും. അപ്പം എനിക്ക് ചായ ഇഷ്ടം. അച്ഛനും മോനും പാലായിട്ട് കൊടുക്കാം. അപ്പം അവന് പനി, അതുകൊണ്ട് ഞാൻ പാലുമായിട്ട് കൊടുത്തില്ല. ഭയങ്കര ധൃതി വെച്ചിട്ടും രാവിലെ ഒരു വെപ്രാളമായിരുന്നു. കാരണം ഒത്തിരി താമസിച്ചെന്ന് എണീറ്റത്. കൊച്ചുറങ്ങിയില്ലായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ കുത്തിയിരിക്കുമായിരുന്നു രാത്രി മൊത്തം. അവന് തീരെ വയ്യാഞ്ഞുകൊണ്ട് ചുമച്ച് ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ലേറ്റായി എണീറ്റ്. അപ്പം വെളുപ്പിനെ എങ്ങാണ്ട് ഒന്ന് ഉറങ്ങിയത്. അവൻ ഉറങ്ങിയപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് താമസിച്ച് എണീറ്റത്. നാടൻ മുട്ട ആയതുകൊണ്ടേ അത് നാടൻ മുട്ട ആയതുകൊണ്ടാണോ ഇനി തലേന്നത്തെ മുട്ട ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. തോലേന്ന് തന്നെ ഇങ്ങനെ മാംസവും കൂടി ഇങ്ങനെ വരിക. പൊളിച്ചിട്ടും അതിനെ ഞാൻ സൂക്ഷിച്ച് പൊളിക്കുന്നു. പക്ഷെ പൊളിച്ചിട്ട് മാംസത്തെ തോടെ തന്നെ മാംസവും കൂടി ഇങ്ങനെ നടന്ന് വരുന്നു. മുട്ടയുടെ അതിനുള്ള ടിപ്സ് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? പിന്നെ അങ്ങനെ നിന്നപ്പോൾ എല്ലാം റെഡിയാക്കി അവനും കൊടുത്തു. അവൻ്റെ കൊച്ചു ടി വിയും കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്.